അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപക്ഷെ വളരെ ആഹ്ലാദിക്കാനും എന്നാൽ ചില കാര്യങ്ങളിൽ അത്ര ആശ്വാസത്തിന് വകയില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള കാര്യം സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് നമ്പർ 2 പൊസിഷനിൽ വരാനിരിക്കുന്ന ഫ്ലോറിഡ സെനറ്റർ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് മാർക്കോ റൂബിയോ, അദ്ദേഹം ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന കോക്കസിൻ്റെ തലത്തിൽ വലിയ രീതിയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല ചൈന വിരുദ്ധനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ട്രംപിന് പുറമെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്ന മാർക്ക് റൂബിയോയും ഇന്ത്യയുടെ സുഹൃത്താണ് എന്ന് വരുന്നു. അതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഇന്ത്യയെ ആഹ്ലാദിപ്പിക്കുന്നത് അവിടുത്തെ മൈക്ക് വാൾസ്, അദ്ദേഹം ഫ്ലോറിഡയിൽ നിന്നാണ്. മൈക്ക് വാൾസ് അറിയപ്പെടുന്നത് ഇന്ത്യ കോക്കസ്, ഇന്ത്യ അനുകൂലിക്കുന്ന അവിടുത്തെ കോൺഗ്രസ് ആൾക്കാരുടെയും സെനറ്റേഴ്സിൻ്റെയൊക്കെ തലപ്പത്തുള്ള ഇന്ത്യ കോക്കസിൻ്റെ കോ ചെയർ എന്ന പേരിലാണ്, സഹ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൈക്ക് വാൾസ് ആണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് വരുന്നത്. ഒരുപക്ഷെ പ്രസിഡന്റിനെ ദേശീയ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ഉപദേശിക്കുകയും പ്രധാനപ്പെട്ട പോസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ അനുകൂലിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യ അനുകൂലികളായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാവുന്നു, വെളുത്ത വംശജരായിട്ടുള്ള ആൾക്കാർക്ക് മുൻതൂക്കം നൽകുന്ന ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും വെളുത്ത വംശജരാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്ന വെളുത്ത വംശജരുടെ ആധിപത്യം എന്നുള്ള തിയറിയെ ഒരു തരത്തിൽ ശരിവെക്കുന്നതാണ് പുതിയ മന്ത്രിസഭാ രൂപീകരണം. ഒരുപക്ഷെ കശ്യപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന ഇന്ത്യൻ വംശജനായ ആളെ CIA ഡയറക്ടറൊക്കെ ആക്കുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ആ തരത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാക്കും. എല്ലാം ട്രംപിൻ്റെ വിശ്വസ്തരായിട്ടുള്ള വെളുത്ത വംശജർ തന്നെയാണ് കീ പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ വിവേക് രാമസ്വാമി, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പിന്നീട് ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ച് പിൻവാങ്ങിയതാണ്. 38-കാരനാണ്, മാതാപിതാക്കൾ തമിഴ്നാട്ടുകാരാണ്. വിവേക് രാമസ്വാമിയെ ഇലോൺ മസ്കിനോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് എഫിഷ്യൻസി ടീമിൻ്റെ കോ ചെയറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവർ ക്യാബിനറ്റിൽ വരുമോ ഇല്ലയോ എന്നറിയില്ല. ഇലോൺ മസ്ക് മന്ത്രിസഭയിൽ ഭാഗമാവാതെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടായിരിക്കും. അപ്പോൾ ഇലോൺ മസ്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ തൊട്ട് കൂടെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വിവേക് രാമസ്വാമിയും അവിടെ ഉണ്ടാവും. ഒരുപക്ഷെ $3 ട്രില്യൺ വരെ, 3 ലക്ഷം കോടി വരെ തുക ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കാൻ കഴിയും എന്നാണ് ഇലോൺ മസ്കിൻ്റെ വാദം. ട്വിറ്റർ വാങ്ങിച്ച ഇലോൺ മസ്ക് എക്സിലേക്ക് മാറിയപ്പോൾ 80% ജീവനക്കാരെ വെട്ടിക്കുറച്ചാണ് അത് ലാഭകരമായിട്ട് മാറ്റിയത്. അപ്പോൾ ടെക്നോളജിക്കൽ വൈസൊക്കെ ഒരുപാട് ടെക് വിദഗ്ധൻ എന്നുള്ള രീതിയിൽ എലോൺ മസ്ക് അത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എലോൺ മസ്കിൻ്റെ സ്വാധീനം വളരെയധികം കൂടിയിരിക്കുന്നു. എന്നാൽ വിവേക് രാമസ്വാമിയെ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വിചാരിച്ച ഒരു ഇത് കിട്ടിയിട്ടില്ല. കശ്യപ് പട്ടേൽ അടക്കമുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ ഇന്ത്യ പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ അതൊന്നും ഫലവത്തായിട്ടില്ല. ഇനി ഹിസ്പാനിക്സ്, ലാറ്റിനോ വോട്ടേഴ്സാണ് യഥാർത്ഥത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ലാറ്റിനോ വംശജരാണ് യഥാർത്ഥത്തിൽ ട്രംപിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നൽകിയത്. 13% വോട്ടാണ് കൂടുതലായി നൽകിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വംശജരായിട്ടുള്ള വെളുത്ത വംശജർ കഴിഞ്ഞ തവണ ജോ ബൈഡനുമായി മത്സരിച്ചപ്പോൾ ട്രംപിന് കിട്ടിയ വോട്ടിനേക്കാൾ കമല ഹാരിസുമായി മത്സരിച്ചപ്പോൾ 3% വോട്ട് കുറഞ്ഞുപോയി ട്രംപിന്. പക്ഷേ അദ്ദേഹം വെളുത്ത വംശജരെ കൂടെ നിർത്തുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ അദ്ദേഹം ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്ക് ഹക്കബി എന്ന അർക്കൻസാസിലെ നിന്നുള്ള ആളെയാണ് ഇസ്രായേലിൻ്റെ അംബാസഡറായിട്ട് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ്. എല്ലാം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള തിയറിയൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്ന നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്. പൊതുവെ ഇതിൽ ആശങ്ക ഉണ്ടാകുന്നത് ചൈന, പാകിസ്ഥാൻ, ഇറാൻ, ഉക്രൈൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കാണ്. ഉക്രൈനോട് യുദ്ധം നിർത്താൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ രൂക്ഷമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോ ബൈഡൻ $6 ബില്യൺ ഇനി കൊടുക്കാനുള്ളത് ഉടൻ നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജോ ബൈഡൻ പോകുന്ന ജനുവരി 20 വരെ പിടിച്ചു നിൽക്കാൻ ഉക്രൈന് കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രശ്നങ്ങളുള്ളത്. എലോൺ മസ്ക് അതിൻ്റെ ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് റഷ്യയ്ക്കും ഉക്രൈനും നടുവിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് എവിടെ എത്തുമെന്ന് അറിയുന്നില്ല. എന്തായാലും ഒരു ഇതുള്ളത്
റഷ്യ പിടിച്ചടക്കിയ ഉക്രൈൻ്റെ 1/5 പ്രദേശം റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണുള്ളത്. പക്ഷെ ആ രീതിയിൽ ഉക്രൈൻ്റെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കിക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ അമേരിക്കയുടെ പ്രസിഡൻ്റായി ട്രംപ് വന്ന ശേഷം പിന്തുണ നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ബ്രിട്ടനിൽ, ഫ്രാൻസിൽ, ജർമ്മനിയിൽ ഒക്കെ ആശങ്കയുണ്ട്. ട്രംപ് വരുന്നത് വളരെ ആശങ്കയോടെയാണ് യൂറോപ്പ് കാണുന്നത്. കാരണം ട്രംപ് ഇവരൊന്നും പറയുന്നത് കേൾക്കില്ല എന്നുള്ള നിലപാടുണ്ട്. റഷ്യയ്ക്ക് അപ്പർ ഹാൻഡ് കിട്ടിയാൽ ഒരുപക്ഷേ റഷ്യ ഉക്രൈൻ മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള ഭീതിയുണ്ട് അവർക്ക്. പ്രത്യേകിച്ച് 2.25 വർഷമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട് അമേരിക്കയ്ക്ക് പുറമെ നൽകിയിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ അമേരിക്കയിൽ ട്രംപ് വരികയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു സോഫ്റ്റ് കോർണറുള്ള ട്രംപ് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്താൽ എന്തു ചെയ്യും എന്നുള്ള ഭീതി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യുക്രൈൻ യുദ്ധം എന്താവും എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്.